നമുക്ക് ഗൂഗിൾ നൽകുന്ന 15 GB ഫ്രീ സ്റ്റോറേജ് ഇത് പെട്ടെന്ന് തന്നെ ഫുള്ളായി പോകുന്ന അവസ്ഥ പലർക്കും അനുഭവപ്പെടാറുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് മാറുന്നത് ഗൂഗിൾ ഫോട്ടോസ് തന്നെയാണ്. നിങ്ങളുടെ മൊബൈലിലും ഗൂഗിൾ ഫോട്ടോസ് ആണ് വില്ലനെങ്കിൽ ഞാനൊരു ലൈഫ് ടൈം സൊല്യൂഷൻ പറഞ്ഞുതരാം. ഇതിന് പാർട്ട്ണർ ഷെയറിംഗ് എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ എനേബിൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. അതുമാത്രമല്ല ഗൂഗിൾ ഫോട്ടോസ് തന്നെയാണ് നമുക്ക് ഇതിൽ വില്ലനായിട്ട് മാറുന്നത് എന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിതിൽ ആദ്യം ഗൂഗിൾ ഫോട്ടോസ് തന്നെയാണോ വില്ലൻ എന്ന് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം അതൊന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മുടെ മൊബൈലിലുള്ള ജിമെയിൽ ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ മൊബൈലിലുള്ള ഈ ഒരു ജിമെയിൽ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്റ്റോറേജ് യൂസ്ഡ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് തരുന്ന 15 GB ഫ്രീ സ്റ്റോറേജിൽ എത്രത്തോളം യൂസ് ആയിട്ടുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കും. മോർ ഡീറ്റെയിൽസ് എന്ന ഈ ഒരു ഭാഗത്ത് ഒരു ഏറോ മാർക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഫുള്ളായിട്ടുള്ളത് എന്നിവിടെ കാണാൻ സാധിക്കും. ഇവിടെ കണ്ടോ, ഗൂഗിൾ ഫോട്ടോസ്, അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ്, ജിമെയിൽ. എൻ്റെ മൊബൈലിൽ ഗൂഗിൾ ഫോട്ടോസിൽ മാത്രം ഇവിടെ 3.79 GB ആണ് യൂസ് ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ വളരെ കുറവാണ്. 1 GB പോലും ഗൂഗിൾ ഡ്രൈവിൽ ആയിട്ടില്ല. ജിമെയിൽ 0 KB ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ മൊബൈലിൽ എനിക്ക് മനസ്സിലായി ഗൂഗിൾ ഫോട്ടോസ് തന്നെയാണ് സ്റ്റോറേജ് ഫുള്ളാകാൻ ഏറ്റവും കാരണക്കാരൻ എന്ന്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിലുള്ള ഗൂഗിൾ ഫോട്ടോസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്തതിന് ശേഷം എൻ്റെ മൊബൈലിൽ ഗൂഗിൾ ഫോട്ടോസ് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള എല്ലാ ഫയലുകളും, ഫോട്ടോസ്, വീഡിയോസ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. വലതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോട്ടോസ് സെറ്റിംഗ്സ് എന്ന ഭാഗം. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഷെയറിംഗ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ തന്നെ പാർട്ട്ണർ ഷെയറിംഗ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പാർട്ട്ണർ ഷെയറിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു മെയിൽ ID എന്തായാലും വേണം. അത് മറ്റൊരു മൊബൈലായാലും കുഴപ്പമില്ല, ഈ ഒരു മൊബൈലിൽ തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്താലും കുഴപ്പമില്ല. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് പാർട്ട്ണർ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ലോഗിൻ ആയിട്ടുള്ള ആ ഒരു മെയിൽ ID ഇവിടെ കാണാൻ സാധിക്കും. ഇല്ല എങ്കിൽ ഇവിടെ നിങ്ങൾ മെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു മെയിൽ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ തെറ്റാതെ നിങ്ങൾ ആ ഒരു മെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ആ ഒരു മെയിൽ ID ഇവിടെ താഴെ കാണാൻ സാധിക്കും. ആ ഒരു മെയിൽ ID ആണ് നമ്മളിപ്പോൾ പാർട്ട്ണർ ഷെയറിങ്ങിന് ഉപയോഗിക്കുന്നത്. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു മെയിൽ ID ഇവിടെ മുകളിലുണ്ട്. നമ്മുടെ മെയിൻ ID ഇവിടെ താഴെയുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ കൺഫേം കൊടുക്കാം. കൺഫേം കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു മെയിൽ IDയിലേക്ക്, ഇപ്പോൾ നമ്മുടെ മൊബൈൽ തന്നെയാണെങ്കിൽ ആ ഒരു മെയിൽ IDയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. ഞാനിപ്പോൾ കൺഫേം കൊടുക്കുകയാണ്. കുറച്ചേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ ആ ഒരു കൺഫർമേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരും. കണ്ടോ, എൻ്റെ മൊബൈൽ തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ മൊബൈലിൽ വന്നിട്ടുണ്ട്. ആ ഒരു നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആ നോട്ടിഫിക്കേഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങളുടെ ഈ ഒരു മെയിൽ ID മറ്റൊരു മൊബൈലിലാണെങ്കിൽ അവിടെയാണ് നോട്ടിഫിക്കേഷൻ വരിക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അക്സെപ്റ്റ് കൊടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തു. ഇവിടെ അക്സെപ്റ്റ് വന്നിട്ടുണ്ട്. അവിടെ അക്സെപ്റ്റ് കൊടുക്കുകയാണ്. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ ഇൻവിറ്റേഷൻ അക്സെപ്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ കൺഫേം എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് വന്നിട്ടുണ്ട്. ഗെറ്റ് സ്റ്റാർട്ടഡ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുകയാണ്. കൊടുത്തു. ഇവിടെ ഈ രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ കൺഫേം എന്ന ഭാഗം വന്നിട്ടുണ്ട്. അവിടെ കൺഫേം കൊടുക്കുക. അത്രയേ ഉള്ളൂ. വീണ്ടും ഗെറ്റ് സ്റ്റാർട്ടഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, അവിടെ കൺഫർമേഷൻ സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടാകും. ആ ഒരു മെയിലിൽ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ഏത് മെയിലിലേക്കാണ് നമ്മളിപ്പോൾ പാർട്ട്ണർ ഷെയറിംഗ് നടത്തിയത് എന്ന്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു മെയിൽ IDയിലേക്കും, അതായത് നമ്മൾ ഏത് മെയിൽ ID ആണ് നമ്മൾ പാർട്ട്ണറായിട്ട് സ്വീകരിച്ചത് അവർക്കും മെയിൽ വന്നിട്ടുണ്ടാകും. നമ്മൾ ഇങ്ങനെ ഒരു പാർട്ട്ണറായിട്ട് അവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നതാ. എൻ്റെ 2 മെയിൽ IDയും ഈ ഒരു മൊബൈലിൽ തന്നെ ആയതുകൊണ്ട് രണ്ടാമത്തെ ആ ഒരു മെയിലും ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് നമുക്ക് ഇൻവിറ്റേഷൻ അയച്ചത്, നമ്മൾ അക്സെപ്റ്റ് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ, എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. 2 മെയിൽ IDയും ഇവിടെ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്തിട്ട് ആരെയാണോ നിങ്ങൾ പാർട്ട്ണറായിട്ട് സെലക്ട് ചെയ്തത് ആ ഒരു മെയിൽ ID നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ തന്നെ 2 ഉള്ളതുകൊണ്ട് ഞാൻ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു മെയിൽ ID സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്താൽ കണ്ടോ, നമ്മൾ നേരത്തെ ആ ഒരു മെയിൽ IDയിലുള്ള ആ ഗൂഗിൾ ഫോട്ടോസിലുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും എല്ലാം അതിലേക്ക് ഷെയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ,
ഇനി ഗൂഗിൾ ഫോട്ടോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആകുന്ന ഫോട്ടോസ് വീഡിയോസ് എല്ലാം ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ഷെയർ ആയിട്ട് പോകും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഗൂഗിൾ ഫോട്ടോസ് ഒരിക്കലും തന്നെ ആ ഒരു സ്റ്റോറേജ് ഒരിക്കലും തന്നെ ഫുൾ ആകുകയില്ല. ഓക്കെ, ഇപ്പം നമ്മുടെ മെയിൽ ഐ ഡി ഉൾപ്പെടുന്ന ആ ഒരു ഗൂഗിൾ ഫോട്ടോസിലും അതുപോലെ തന്നെ നമ്മൾ പാർട്ട്ണറായിട്ട് സെലക്ട് ചെയ്ത ആ ഒരു ഗൂഗിൾ ഫോട്ടോസിലും പാർട്ട്ണർ ഷെയറിങ്ങിൻ്റെ ഭാഗത്ത് നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മെയിൽ ഐ ഡി കാണാൻ സാധിക്കും. ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുക. ഇവിടെ എൻ്റെ ആ ഒരു മെയിൽ ഐ ഡി ഉണ്ട്. അവിടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് നേരത്തെ പോയതുപോലെ തന്നെ ഇവിടെ ഫോട്ടോസ് സെറ്റിംഗ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഷെയറിംഗ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കണ്ടോ, നേരത്തെ കണ്ട പോലെയല്ല ഇവിടെ ആ ഒരു പേര് വന്നിട്ടുണ്ട്, നമ്മൾ ആരെയാണോ പാർട്ട്ണറായിട്ട് സെലക്ട് ചെയ്തത് എന്ന്. അതുപോലെ തന്നെ നമ്മൾ പാർട്ട്ണറായിട്ട് സെലക്ട് ചെയ്ത ആ ഒരു മെയിൽ ഐ ഡി ഉള്ള ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫോട്ടോസ് സെറ്റിംഗ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഷെയറിംഗ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു മെയിൽ ഐ ഡിയിലുള്ള പേരും നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, രണ്ടു പേർക്കും ഇങ്ങനെ നമ്മളൊരു പാർട്ട്ണറെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇനി നമുക്ക് പാർട്ട്ണറെ വേണ്ട, നമുക്ക് റിമൂവ് ചെയ്യണം. അതിനായിട്ട് എന്ത് ചെയ്യും? അതിനായിട്ട് ആ ഒരു പാർട്ട്ണർ ഷെയറിംഗ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതാ നമ്മൾ ഷെയർ ചെയ്ത കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു 3 ഡോട്ട്സ് ഉണ്ട്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ഷെയറിംഗ് യുവർ ഫോട്ടോസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റോപ്പ് ഷെയറിംഗ് കൊടുക്കുക. അത് മാത്രം പോരാ, ഇവിടെ സ്റ്റോപ്പ് ഷെയറിംഗ് ആയിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ റിമൂവ് പാർട്ട്ണർ എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റിമൂവ് കൊടുക്കുക. ഇതാ ഞാനിപ്പോൾ റിമൂവ് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിൽ നിന്നും ആ ഒരു പാർട്ട്ണർ റിമൂവ് ആയിട്ടുണ്ട്. ഗൂഗിൾ ഫോട്ടോസിൻ്റെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫോട്ടോ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ഷെയറിംഗ് എന്ന ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ആ മുകളിൽ ആ ഒരു പേര് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ് ഇതുപോലെ ഫുൾ ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ലൈഫ് ടൈം പാർട്ട്ണറെ നമുക്ക് ഇതുപോലെ തിരഞ്ഞെടുക്കാം. നമ്മുടേതായിട്ടുള്ള ഒരു മെയിൽ ഐ ഡി വേണം എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.